നമ്മുടെ വ്യോമസേനയുടെ തലവര മാറ്റാൻ പോകുന്ന ഒരു വലിയ ഡീലിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. 36 റഫേലുകൾ നമ്മൾ വാങ്ങി, പക്ഷെ കഥ അവിടെ തീരുന്നില്ല. ഇന്ത്യ ഇപ്പോൾ വാങ്ങാൻ പോകുന്നത് 114 പുതിയ, അതിലും മികച്ച റഫേലുകളാണ്. അപ്പോൾ ഇത് വെറുമൊരു വിമാനം വാങ്ങൽ മാത്രമാണോ? അല്ല. ഇന്ത്യൻ പ്രതിരോധ ചരിത്രത്തിലെ തന്നെ ഒരു പുതിയ അധ്യായമാണിത്. എന്തുകൊണ്ടാണ് ഈ ഡീൽ ഇത്രയും വലിയൊരു സംഭവമാകുന്നതെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. 3.25 ലക്ഷം കോടി രൂപ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ സംഖ്യയുടെ ഒരു വലിപ്പം. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടായ ഏറ്റവും വലിയ പ്രതിരോധ ഇടപാടാണിത്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ പണം കൊടുക്കുന്നത് വെറും വിമാനങ്ങൾക്ക് വേണ്ടി മാത്രമല്ല. ഇതിൻ്റെ പിന്നിൽ ടെക്നോളജി ട്രാൻസ്ഫർ ഉണ്ട്, മേക്ക് ഇൻ ഇന്ത്യ ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയുടെ ഭാവിക്ക് വേണ്ടിയുള്ളൊരു നിക്ഷേപം കൂടിയാണിത്. ഓക്കെ, അപ്പം നമ്മൾ ഈ വിശകലനത്തിൽ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് പെട്ടെന്നൊന്ന് പറയാം. ആദ്യം തന്നെ ഈ ഇടപാടിന്റെ വലിപ്പം എത്രയാണെന്ന് നോക്കും. പിന്നെ എന്തിനാണ് നമുക്ക് ഇത്രയധികം ഫൈറ്റർ ജെറ്റുകൾ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തും. അത് കഴിഞ്ഞ് ഈ പുതിയ റഫാലുകളുടെ ടെക്നോളജി എന്താണെന്നും മേക്ക് ഇൻ ഇന്ത്യ ഇതിൽ എങ്ങനെ ഒരു വിപ്ലവം സൃഷ്ടിക്കുന്നുവെന്നും ചർച്ച ചെയ്യും. അവസാനം ഈ ഡീലിന്റെ 3 പ്രധാനപ്പെട്ട നേട്ടങ്ങളും നമ്മൾ വിലയിരുത്തും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ഈ ഡീൽ വെറും കുറച്ച് വിമാനങ്ങൾ വാങ്ങുന്നതിലും അപ്പുറമാണ്. എന്തൊക്കെയാണ് ആ ലക്ഷ്യങ്ങൾ? എന്തുകൊണ്ടാണിത് വെറുമൊരു കണക്കിലൊതുങ്ങാത്തത്? നോക്കാം. ഈയൊരു വലിയ പ്രോജക്റ്റിന് ഒരു ഔദ്യോഗിക പേരുണ്ട്, മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ ചുരുക്കി MRFA പ്രോഗ്രാം എന്ന് പറയും. ആ പേരിൽ തന്നെയുണ്ട് എല്ലാം. ഇതൊരു ഒറ്റപ്പെട്ട വാങ്ങലല്ല, മറിച്ച് നമ്മുടെ വ്യോമസേനയെ മൊത്തത്തിൽ അടിമുടി ആധുനികവൽക്കരിക്കാനുള്ള ഒരു വലിയ പ്ലാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണിത്. ഇനി ഈ കണക്കുകളിലേക്കൊന്ന് നോക്കിയേ. വ്യോമസേനയുടെ കയ്യിൽ ഓൾറെഡി 36 റഫാലുണ്ട്. നേവിക്ക് വേണ്ടി 26 എണ്ണം വരുന്നുണ്ട്. അതിന്റെ കൂടെയാണ് ഈ പുതിയ 114 എണ്ണം കൂടി വരുന്നത്. അപ്പോൾ ടോട്ടൽ എത്രയായി? 176 റഫാലുകൾ. ഇതിലെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വിമാനമുണ്ടാക്കുന്ന ഫ്രാൻസിന്റെ കയ്യിൽ പോലും ഇത്രയും റഫാലുകളില്ല. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ റഫാൽ ഓപ്പറേറ്റർ ഇന്ത്യയായി മാറും. അതിന്റെ ഗുണമെന്താ? ഭാവിയിൽ വരുന്ന എല്ലാ അപ്ഗ്രേഡുകളിലും പുതിയ ടെക്നോളജിയിലും ഇന്ത്യക്ക് ഒരു വലിയ അഭിപ്രായമുണ്ടാവും. നമ്മൾ വെറുമൊരു കസ്റ്റമറല്ല, ഒരു പ്രധാന പാർട്ട്ണറായി മാറും. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരുമല്ലേ, എന്തിനാണ് ഇന്ത്യക്ക് ഇത്രയധികം, അതായത് 176 ഫൈറ്റർ ജെറ്റുകൾ? വെറുതെ പണം കളയുകയാണോ? അല്ല. ഇതിന്റെ ഉത്തരം നമ്മുടെ വ്യോമസേന ഇപ്പോൾ നേരിടുന്ന വളരെ നിർണായകമായൊരു പ്രതിസന്ധിയിലാണ്. നമുക്ക് ആ പ്രതിസന്ധി എന്താണെന്ന് നോക്കാം. ഇതാണ് ആ പ്രതിസന്ധി. നമ്മുടെ വ്യോമസേനയ്ക്ക് ശരിക്കും വേണ്ടത് 42 ഫൈറ്റർ സ്ക്വാഡ്രണുകളാണ്. പക്ഷെ നമ്മുടെ കയ്യിലിപ്പോൾ ഉള്ളത് ഏകദേശം 29 എണ്ണം മാത്രം. ഈ ഗ്രാഫിൽ കാണുന്ന വിടവ് കണ്ടില്ലേ? അത് വെറുമൊരു നമ്പറല്ല, അത് നമ്മുടെ രാജ്യസുരക്ഷയിലെ ഒരു വലിയ വീഴ്ചയാണ്. ഒരേ സമയം 2 ശത്രുക്കളെ നേരിടേണ്ട ഒരു സാഹചര്യം വന്നാൽ ഈ കുറവ് നമ്മളെ ശരിക്കും കുഴപ്പത്തിലാക്കും. പ്രശ്നം അവിടെയും തീരുന്നില്ല. കാര്യങ്ങൾ ഇതിലും സങ്കീർണമാണ്. കാരണം ഒരു വശത്ത് നമ്മുടെ പഴയ MiG-21 പോലുള്ള വിമാനങ്ങൾ സർവീസിൽ നിന്നും പിൻവലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവയുടെ കാലം കഴിഞ്ഞു. പക്ഷെ മറുവശത്ത് ആ ഒഴിവ് നികത്താനുള്ള പുതിയ വിമാനങ്ങൾ വരുന്നതിന്റെ വേഗത വളരെ കുറവാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഓരോ വർഷം കഴിയും തോറും ആ വിടവ് കൂടിക്കൂടി വരികയാണ്. ശരി, അപ്പോൾ എണ്ണയിലുള്ള കുറവ് നികത്തണം, അതൊക്കെ. പക്ഷേ ഈ ഡീൽ എണ്ണത്തിന്റെ മാത്രം കളിയല്ല. ക്വാണ്ടിറ്റിയേക്കാൾ ചിലപ്പോൾ പ്രധാനം ക്വാളിറ്റിയാണ്, അല്ലേ? അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് അതാണ്. ടെക്നോളജിയുടെ കാര്യത്തിൽ എങ്ങനത്തെ ഒരു വലിയ അപ്ഗ്രേഡാണ് വരാൻ പോകുന്നതെന്ന് കാണാം. F-3R ൽ നിന്ന് F-5ലേക്ക്. നമ്മുടെ കയ്യിലിപ്പോൾ ഉള്ള 36 റഫാലുകൾ F-3R സ്റ്റാൻഡേർഡാണ്. നമുക്കതിനെ ഒരു അടിപൊളി 4G സ്മാർട്ട്ഫോണായിട്ട് കാണാം. എന്നാൽ ഇനി വരാൻ പോകുന്ന 114 എണ്ണം F-4 സ്റ്റാൻഡേർഡാണ്. അതൊരു 5G ഫോൺ പോലെയാണ്. എന്താ വ്യത്യാസം? സ്പീഡ് മാത്രമല്ല, ഒരു 5G ഫോണിന്റെ യഥാർത്ഥ കഴിവ് മറ്റു ഡിവൈസുകളുമായി കണക്ട് ചെയ്യുമ്പോഴാണ്. അതുപോലെ ഈ F-4 റഫാലിന്റെ ശക്തി അത് ഒറ്റയ്ക്ക് പറക്കുമ്പോഴല്ല, മറിച്ച് മറ്റു വിമാനങ്ങളുമായും സാറ്റലൈറ്റുകളുമായും ഡ്രോണുകളുമായും തത്സമയം ഡേറ്റ പങ്കുവെച്ച് ഒരു ടീമായി ഒരു സൂപ്പർ ബ്രെയിൻ പോലെ പ്രവർത്തിക്കുമ്പോഴാണ്. ഇതിനെയാണ് നമ്മൾ നെറ്റ്വർക്ക് സെൻട്രിക് വാർഫെയർ എന്ന് പറയുന്നത്. പക്ഷേ കഥ ഇവിടെയും തീരുന്നില്ല. ഈ ഡീലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ഫ്യൂച്ചർ പ്രൂഫാണ് എന്നതാണ്. അതായത് ഈ F-4 വിമാനങ്ങളെ ഭാവിയിൽ നമുക്ക് F-5 സ്റ്റാൻഡേർഡിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താ സംഭവിക്കാമെന്നറിയാവോ? ഒരു പൈലറ്റിന് കോക്പിറ്റിലിരുന്ന് ഒരു കൂട്ടം ഡ്രോണുകളെ നിയന്ത്രിക്കാൻ സാധിക്കും. ഈ ഡ്രോണുകൾ പൈലറ്റിന്റെ വിശ്വസ്തരായ വിങ് മാനായിട്ട് പ്രവർത്തിക്കും. ശരിക്കും പറഞ്ഞാൽ ഒരു പൈലറ്റ് ഒരു ചെറിയ എയർഫോഴ്സിനെ നിയന്ത്രിക്കുന്നത് പോലെ. അതാണ് ഈ ലോയൽ വിങ് മാൻ എന്ന ആശയം. പിന്നെ നമ്മൾ വാങ്ങുന്നത് ഫ്രാൻസിന്റെ ഷോറൂമിൽ നിന്നെടുത്തൊരു റെഡിമെയ്ഡ് വിമാനമല്ല. ഇത് ഇന്ത്യക്ക് വേണ്ടി പ്രത്യേകം കസ്റ്റമൈസ് ചെയ്തതാണ്. ഉദാഹരണത്തിന് ലഡാക്കിലെ -डिग्री തണുപ്പിൽ സാധാരണ ജെറ്റ്സ് എഞ്ചിനുകൾ സ്റ്റാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടും. പക്ഷേ ഈ റഫാലിന് അതിനുള്ള പ്രത്യേക കഴിവുണ്ട്.
അതുപോലെ നമ്മുടെ ശത്രുക്കൾ ഉപയോഗിക്കുന്ന റഡാറുകളെയും മിസൈലുകളെയും കബളിപ്പിക്കാൻ ഇന്ത്യയുടെ സാഹചര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്ത പ്രത്യേക ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റംസ് ഇതിലുണ്ട്. ഇതുവരെ നമ്മൾ സംസാരിച്ചത് ഈ ഇടപാടിന്റെ സൈനികപരമായ കാര്യങ്ങളാണ്. പക്ഷേ ഇനി പറയാൻ പോകുന്നതാണ് ഇതിലെ യഥാർത്ഥ ഗെയിം ചേഞ്ചർ. ഇന്ത്യയുടെ വ്യവസായ രംഗത്ത് ഒരു വിപ്ലവം കൊണ്ടുവരാൻ പോകുന്ന ആ ഭാഗം, മേക്ക് ഇൻ ഇന്ത്യ. ദാ ഇവിടെയാണ് കഥ മൊത്തത്തിൽ മാറുന്നത്. ഈ 114 വിമാനങ്ങളിൽ വെറും 18 എണ്ണം മാത്രമാണ് ഫ്രാൻസിൽ നിന്ന് റെഡിയായി വരുന്നത്. ബാക്കി 96 എണ്ണവും എവിടെയാണ് ഉണ്ടാക്കുന്നതെന്നോ? നമ്മുടെ ഇന്ത്യയിൽ. അപ്പോൾ ഒന്നോർക്കുക, നമ്മൾ വെറും വിമാനങ്ങളല്ല വാങ്ങുന്നത്, ആ വിമാനങ്ങൾ ഉണ്ടാക്കാനുള്ള അറിവും സാങ്കേതിക വിദ്യയും കൂടിയാണ്. ഇത് മേക്ക് ഇൻ ഇന്ത്യ എന്ന ആശയത്തെ ഒരു പുതിയ ലെവലിലേക്ക് എത്തിക്കും. തീർച്ചയായും ഇത് ഒറ്റ ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല. ഒരു പ്ലാനുണ്ട്. തുടക്കത്തിൽ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന റഫാലുകളിൽ 30% ഭാഗങ്ങൾ ഇന്ത്യൻ കമ്പനികളുടേതായിരിക്കും. പിന്നീട് ഘട്ടം ഘട്ടമായി ഇത് 60% വരെയായി ഉയർത്തും. എന്നുവെച്ചാൽ പ്രൊജക്റ്റ് അവസാനിക്കുമ്പോഴേക്കും ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഓരോ റഫാലിന്റെയും പകുതിയിലധികം ഭാഗങ്ങളും മെയ്ഡ് ഇൻ ഇന്ത്യ ആയിരിക്കും. അതൊരു ചെറിയ കാര്യമല്ല. അപ്പോ ഇതിന്റെയെല്ലാം ആത്യന്തികമായ ഫലം എന്തായിരിക്കും? നാഗ്പൂരിൽ റഫാൽ വിമാനങ്ങൾ അസംബിൾ ചെയ്യാനുള്ള ഒരു പുതിയ ഫാക്ടറി വരും. അവിടെ നിന്ന് നമ്മുടെ വ്യോമസേനയ്ക്ക് വേണ്ട വിമാനങ്ങൾ ഉണ്ടാക്കും. അതോടൊപ്പം ഇന്ത്യക്ക് റഫാലിന്റെ ഒരു ആഗോള ഉൽപ്പാദന പരിപാലന കേന്ദ്രമായി മാറാനും സാധ്യതയുണ്ട്. ഒരുപക്ഷേ ഭാവിയിൽ നമ്മൾ മറ്റു രാജ്യങ്ങളിലേക്ക് മെയ്ഡ് ഇൻ ഇന്ത്യ റഫാലുകൾ കയറ്റുമതി ചെയ്തെന്നും വരാം. ചുരുക്കത്തിൽ, എപ്പോഴും ആയുധം വാങ്ങുന്ന രാജ്യം എന്ന പേരിൽ നിന്ന് അതുണ്ടാക്കി വിൽക്കുന്നൊരു രാജ്യമായി ഇന്ത്യ മാറാൻ പോകുകയാണ്. ശരി, അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഇതെല്ലാം കൂടി ഒന്ന് ചുരുക്കിയാൽ, ഈ ഒരൊറ്റ ഡീൽ കൊണ്ട് ഇന്ത്യക്ക് കിട്ടാൻ പോകുന്ന 3 പ്രധാനപ്പെട്ട തന്ത്രപരമായ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. സൈനിക സന്നദ്ധത. നമ്മുടെ സ്ക്വാഡ്രനുകളുടെ എണ്ണത്തിലുള്ള കുറവ് പരിഹരിക്കപ്പെടും. ഏറ്റവും മികച്ച ഒരു ഫൈറ്റർ ജെറ്റ് നമ്മുടെ കയ്യിലുണ്ടാകും. 2. വ്യാവസായിക കഴിവ്. ഇന്ത്യയിൽ വിമാനം നിർമ്മിക്കാനും റിപ്പയർ ചെയ്യാനും പരിപാലിക്കാനുമുള്ള ഒരു പുതിയ എയ്റോസ്പേസ് ആവാസ വ്യവസ്ഥ തന്നെ ഇവിടെ വളർന്നുവരും. 3. ഭൂരാഷ്ട്രതന്ത്രപരമായ സഹകരണം. ഫ്രാൻസുമായുള്ള നമ്മുടെ ബന്ധം കൂടുതൽ ശക്തമാകും. അതോടൊപ്പം പഴയ ആയുധങ്ങളെ മാത്രം ആശ്രയിക്കുന്ന രീതിയിൽ നിന്ന് നമ്മൾ പതിയെ മാറും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്: ഈ 114 റഫാലുകൾ വെറും മെഷീനുകളല്ല. ഇത് ഇന്ത്യയുടെ ആകാശത്തെ മാത്രമല്ല, നമ്മുടെ വ്യവസായത്തെയും നമ്മുടെ അന്താരാഷ്ട്ര ബന്ധങ്ങളെയും ഒരുപോലെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു വലിയ നീക്കമാണ്. അപ്പോൾ നമ്മുടെ അവസാനത്തെ ചോദ്യം ഇതാണ്: ഈ ഒരു ഡീൽ ഇന്ത്യയെ ഒരു ആഗോള എയ്റോസ്പേസ് പ്രതിരോധ നിർമ്മാണ ശക്തിയാക്കി മാറ്റാനുള്ള ഒരു തുടക്കമാകുമോ? അതിന്റെ ഉത്തരം നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷേ ആ യാത്രയുടെ ഏറ്റവും നിർണായകമായ ഒരു ചുവടുവെപ്പാണ് ഈ ഇടപാടെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.